ഹായ് ഗൈസ്, ഈ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. സോ എന്താണെന്ന് പറയട്ടെ, ഇന്ന് എൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എത്തിയപ്പോൾ 1:30 ആയി നമ്മുടെ ഗ്രീൻ റൂമിൽ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. ഞാൻ ഫസ്റ്റ് തന്നെ ഇത് കാണിക്കാൻ ഉദ്ദേശിച്ചതല്ല, എന്നാലും കാണിക്കേണ്ടി വന്നു. സോ എന്തായാലും ഇതാണ് എൻ്റെ ഫുൾ ടീം എന്ന് പറയാൻ പറ്റില്ല, ഒരാൾ കൂടി ഉണ്ട്, പക്ഷേ ആൾ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ നോ വറീസ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളെന്തായാലും റൂമിലെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് എത്തിയപ്പോൾ തന്നെ എനിക്കിനി ആദ്യം മേക്കപ്പ് ചെയ്യണം. ഇവരൊക്കെ മേക്കപ്പ് ചെയ്ത് ഞാൻ ആദ്യം തന്നെ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇന്നൊക്കെ മേക്കപ്പ് ഇടണം. സ്വാതി മേക്കപ്പ് ഇട്ട് മുടിയൊക്കെ സെറ്റാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മേക്കപ്പ് ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ആണിത്. ഇത് കഴിഞ്ഞ് എനിക്കിനി മുടി കെട്ടണം. അപ്പോൾ ഇവരെല്ലാം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ട്രാൻസ്ലേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അയനെ നിർബന്ധിച്ചു, പക്ഷെ അയന വന്നില്ല. അപ്പോൾ ഞാൻ സ്വാതി കൂടി എടുത്തു. സോ എന്തായാലും അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രാൻസ്ലേഷൻ എന്തായാലും നമ്മളുടെ ചാനലിലുണ്ട്, പോയി കാണാം. സോ ഇതിനെ മുടി കിട്ടുവാണ്. മുടി കിട്ടുമ്പോൾ ആ വടങ്ങി മെരുങ്ങിപ്പോവും. വടയല്ല, എൻ്റെ മുടി ഒരുമാതിരി ഇരിക്കുന്നത്. അവിടെ തന്നെ മുടിയൊക്കെ കെട്ടി നല്ല നീളമുള്ള മുടി. അപ്പോൾ ഇവരെല്ലാം കൂടി കുളത്തിച്ചാടാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ നീളമായ മുടി. ഇത്തിരി ഓവറായ സംശയം. എന്തായാലും മേക്കപ്പൊക്കെ ഇങ്ങനെയായിരുന്നു. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടണം, അഴുത്തിടണം, ഡ്രസ്സ് ഇടണം, മോതിരം ഇടണം, ഇതൊക്കെ ഇടണം, കുറേ സമയം എടുക്കും. പിന്നെ ഞങ്ങൾ തേരാപ്പാര നടപ്പായി, കാരണം മുടിയും കെട്ടി മേക്കപ്പ് ഇട്ടു. ഞാൻ മേക്കപ്പിൽ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആ സമയത്തായിരുന്നു നോക്കിയത്. പിന്നെ മുടി കുളമാക്കിയിട്ട് കേസ് അതായത് കുഴപ്പമില്ല, അതൊക്കെ തിരിച്ച് ഫിക്സ് ആക്കണം. അത് ഫിക്സാക്കി. അത് കഴിഞ്ഞ് ഞാൻ സ്വാതിയും കൂടി ആദ്യം ട്രാൻസ്ലേഷൻ എടുക്കുമെന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോസ്റ്റ്യൂം ഇട്ടു. ഞാനും കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കളർ പച്ചയും മെറൂണുമാണ്. പച്ചയും മെറൂണും ഗോൾഡും. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയായിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ പച്ച ഇതൊക്കെ അമ്മയാണ് എൻ്റെ മേക്കപ്പ് ചെയ്തായിരുന്നത്. ഷീ സോ എക്സ്പേർട്ട്. അങ്ങനെ ഈ ചുണ്ട് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ തന്നു. ലിപ്സ്റ്റിക്കൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. എല്ലാവരും പോയി കാണാം. ഇറ്റ് ഈസ് വെരി നൈസ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളത് തിരിഞ്ഞു, പക്ഷേ ടൈമിങ് തെറ്റിപ്പോയി. എൻ്റെ ടൈമിങ് തെറ്റിപ്പോയി. അതുകൊണ്ട് അവളെന്നെ കുറേ ചീത്ത വിളിച്ചു, എക്സ്പെർട്ടുള്ളൂ. അതല്ല, വീണ്ടും അടുത്ത മെർലിനും കൂടെ നമ്മൾ വന്നത്. ഞാൻ വിചാരിച്ചു എന്താ പറ്റിയെന്ന്. അപ്പോൾ എന്തായാലും ഈ പാർട്ട് പോയി കാണുക, നൈസായിരിക്കും. സോ ട്രാൻസ്ലേഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ കറക്റ്റ് ഒരു ഫ്ലോയിലോട്ട് വരണം. അപ്പം നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു, മിസ്സിൻ്റെ ഇതൊക്കെ വെച്ച് തൊഴുതു. നമ്മളിതേ ഗ്രീൻ റൂമിലെത്തിയപ്പോൾ ഞങ്ങളൊക്കെ ചിൽ വൈബ്. അപ്പോൾ ഞങ്ങളുടെ ലിപ്സ്റ്റിക്ക് ഇട്ടു, അഴുത്തിട്ടു, എല്ലാം ഇട്ടു. അതൊന്നും എടുക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മെയിനായിട്ടും ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പരിപാടി കഴിഞ്ഞു, നമ്മളിനി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. സോ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.